അമേരിക്കയിൽ വീണ്ടും ഒരു സർക്കാർ വിരുദ്ധ പ്രതിഷേധത്തിനുള്ള ഒരുക്കങ്ങൾ സജീവമാവുകയാണ്. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിൻ്റെ നേതൃത്വത്തിലുള്ള ഭരണകൂടത്തിനെതിരെയും സർക്കാരിൻ്റെ നയങ്ങൾക്കെതിരെയും പ്രതിഷേധിക്കാൻ ജനങ്ങൾ വീണ്ടും തെരുവുകളിൽ ഇറങ്ങുകയാണ്. ഒക്ടോബർ 18-ന് അമേരിക്കൻ നഗരങ്ങളിൽ പ്രതിഷേധക്കാർ നോ കിങ്സ് എന്ന പേരിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. ഡൊണാൾഡ് ട്രംപിൻ്റെ ജന്മദിനമായ ജൂൺ 14-ന് നടന്ന നോ കിങ്സ് പ്രതിഷേധത്തിൽ ലക്ഷക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. ലേബർ ഡേയിലും അമേരിക്കൻ നഗരങ്ങൾ ഈ പ്രതിഷേധങ്ങൾക്ക് വേദിയായിരുന്നു. അമേരിക്ക രാജാക്കന്മാരുടേതല്ല, മറിച്ച് ജനങ്ങളുടേതാണെന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയാണ് സമാധാനപരമായി ഒത്തുചേരുന്നതെന്ന് നോ കിങ്സ് പ്രതിഷേധത്തിൻ്റെ സംഘാടകർ പറയുന്നു. പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഒരു ജനാധിപത്യത്തിൻ്റെ നേതാവെന്ന നിലയിലല്ല, ഒരു രാജാവിനെ പോലെയാണ് പ്രവർത്തിക്കുന്നതെന്ന് ആരോപിച്ചാണ് പ്രതിഷേധത്തിന് നോ കിങ്സ് എന്ന പേര് നൽകിയത്. സിംഹാസനങ്ങളില്ല, കിരീടങ്ങളില്ല, രാജാക്കന്മാരില്ല. ഒക്ടോബർ 18 നമ്മളിൽ ലക്ഷക്കണക്കിന് ആളുകൾ വീണ്ടും ഉയർത്തെഴുന്നേറ്റ് ലോകത്തോട് പറയുന്നു, അമേരിക്കയ്ക്ക് രാജാക്കന്മാരില്ല, അധികാരം ജനങ്ങൾക്കാണ്. ഇതാണ് നോ കിങ്സ് വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ച സന്ദേശത്തിൽ പറയുന്നത്. ഒക്ടോബർ 18 ശനിയാഴ്ച നോ കിങ്സ് ദിനമായി ആചരിക്കാനാണ് സംഘാടകരുടെ തീരുമാനം. ശനിയാഴ്ചത്തെ പ്രതിഷേധത്തിൽ ലക്ഷക്കണക്കിന് അമേരിക്കക്കാർ തെരുവിലിറങ്ങുമെന്നും 50 സംസ്ഥാനങ്ങളിലുടനീളം 2500-ലധികം റാലികളും മാർച്ചുകളും നടക്കുമെന്നും സംഘാടകർ അറിയിച്ചു. പ്രസിഡന്റ് ട്രംപിൻ്റെ നടപടികൾക്കും ഗവൺമെൻറ് ഷട്ട്ഡൗണിനുമെതിരായ രാജ്യവ്യാപകമായ പ്രതിഷേധമാണിതെന്ന് സംഘാടകർ പറയുന്നു. നോ കിങ്സ് എന്ന ആശയം 50501 പ്രസ്ഥാനമാണ് ആസൂത്രണം ചെയ്തത്. അമേരിക്കൻ ജനാധിപത്യത്തെയും ട്രംപ് ഭരണകൂടത്തിൻ്റെ ഏകാധിപത്യ നടപടികൾക്കെതിരെയുള്ള നിലപാടിനെയും പിന്തുണയ്ക്കുന്ന ദേശീയ പ്രസ്ഥാനമാണ് 50501. എന്നാൽ ഈ പ്രതിഷേധം സംഘടിപ്പിക്കാനുള്ള നീക്കത്തിനെതിരെ റിപ്പബ്ലിക്കൻ നേതാക്കളും രംഗത്ത് വന്നു. പ്രതിഷേധക്കാർ അമേരിക്കയെ വെറുക്കുന്നവരാണെന്ന് നേതാക്കൾ കുറ്റപ്പെടുത്തി. ഹൗസ് സ്പീക്കർ മൈക്ക് ജോൺസൺ, ഹൗസ് മജോറിറ്റി നേതാവ് സ്റ്റീവ് കാലിസ് എന്നിവർ പ്രതിഷേധങ്ങളെ വിമർശിക്കുകയാണ്. പ്രതിഷേധം ഹമാസ് അനുകൂല വിഭാഗത്തിൻ്റെയും ആൻറ്റിഫ ആളുകളുടെയും പ്രവൃത്തിയാണെന്ന് മൈക്ക് ജോൺസൺ ആരോപിക്കുന്നു. ഈ പ്രതിഷേധത്തെ നേരിടാൻ ഭരണകൂടം സൈന്യത്തെ വിന്യസിക്കുമോ എന്ന കാര്യത്തിൽ സ്ഥിരീകരണം ഇതുവരെ ഉണ്ടായിട്ടില്ല. എന്നാൽ ഇത് സംബന്ധിച്ചും ചില നേതാക്കൾ സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. ശനിയാഴ്ചത്തെ റാലികൾ വിജയിപ്പിക്കാൻ വലിയ തുക ചെലവഴിച്ചുള്ള പരസ്യപ്രചാരണം ആരംഭിച്ചിട്ടുണ്ട്. മുൻകാല പ്രതിഷേധങ്ങളെ അപേക്ഷിച്ച് പ്രതിഷേധക്കാരുടെ രോഷം വളരെ കൂടുതലാണെന്നും കൂടുതൽ ആളുകളെ പങ്കെടുപ്പിക്കുമെന്നും സംഘാടകർ പറയുന്നു. അമേരിക്കയിലെ ഗവൺമെൻറ് ഷട്ട്ഡൗൺ 3-ാം ആഴ്ചയിലേക്ക് പ്രവേശിച്ചതിനിടെയാണ് നോ കിങ്സ് പ്രതിഷേധം നടക്കുന്നത്. ഷട്ട്ഡൗൺ ഇങ്ങനെ നീണ്ടുപോകുന്നതിൽ ഭരണകക്ഷിയായ റിപ്പബ്ലിക്കൻ പാർട്ടി ഡെമോക്രാറ്റുകളെ കുറ്റപ്പെടുത്തി രംഗത്ത് വന്നിരുന്നു. എന്നാൽ ഇതിൻ്റെ ഉത്തരവാദിത്തം ട്രംപ് ഭരണകൂടത്തിനും ഡൊണാൾഡ് ട്രംപിനും മാത്രമാണെന്നാണ് വിവിധ അഭിപ്രായ സർവേകൾ സൂചിപ്പിക്കുന്നത്. എന്തായാലും അമേരിക്കയിലെ വലിയൊരു പ്രതിഷേധ പ്രകടനമാണ് ഒക്ടോബർ 18-ന് നടക്കാൻ പോകുന്നത്. ഡൊണാൾഡ് ട്രംപ് എന്ന ഭരണാധികാരിക്കെതിരെ സ്വന്തം രാജ്യത്താണ് ഏറ്റവും അധികം വിമർശനങ്ങൾ ഉയരുന്നത് എന്ന കാര്യവും വളരെ ശ്രദ്ധേയമാണ്.